പഹൽഗാം ഭീകരർ ശ്രീലങ്കയിലെന്ന് സൂചന. ചെന്നൈ വഴി കൊളംബോയിലേക്ക് കടന്നു. കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന നടത്തി. ഇതിനിടെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അബ്ദാലി മിസൈൽ ആണ് പരീക്ഷിച്ചത്. ടി ജി സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. ഭീകരരെ ജീവനോടെ പിടികൂടുവാനുള്ള ശ്രമവുമാണ് തുടരുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. രാജ്യം വിട്ട് ശ്രീലങ്കയിലേക്ക് അവർ പോയി, പാകിസ്ഥാനിലല്ല ഉള്ളത് എന്ന വ്യക്തമായൊരു സൂചനയിലേക്കാണോ എത്തുന്നത്? അഭിലാഷ്, ഈ NIA-യുടെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അതായത് ശ്രീലങ്കയിലേക്ക് 6 തീവ്രവാദികൾ കടന്നു കളഞ്ഞു എന്ന സംശയമാണുള്ളത്. ഇന്ന് ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം UL122 എന്ന നമ്പറുള്ള വിമാനത്തിൽ 6 പേർ കടന്നു എന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇത് ചില സൂചനകൾ മാത്രമാണ്. ഇന്ത്യൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം 11:59 അതായത് 12 മണിയോടുകൂടി കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ഈ വിമാനത്തെ വിശദമായ പരിശോധനകൾ നടത്തി ശ്രീലങ്കയിലെ സൈന്യവും പോലീസും എയർപോർട്ട് ഉദ്യോഗസ്ഥരും എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് വരുന്നത്. ഈ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയോ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ തുടങ്ങിയ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തന്ത്രപ്രധാനമായ ചില നീക്കത്തിലേക്ക് കടക്കുന്നു. തീവ്രവാദികൾ ശ്രീലങ്കയിലേക്ക് കടന്നോ എന്ന സംശയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. ഇക്കാര്യത്തിൽ വലിയ പരിശോധനകളാണ് നടക്കുന്നത്. എന്തായാലും സംശയകരമായ സാഹചര്യങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, ഈ തീവ്രവാദികൾ 13-ാം ദിവസവും അവരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തിരച്ചിൽ പല സാധ്യതകളിലേക്ക് നടക്കുകയാണ്. NIA-യുടെ പരിശോധനകൾ പല തരത്തിലായി നടക്കുന്നു. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇവർ കടന്നിട്ടുണ്ടോ എന്ന സാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു. ഇതിലാണ് ഇങ്ങനെ 6 പേർ, സംശയകരമായ 6 പേർ ശ്രീലങ്കൻ എയർലൈൻസിൽ ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചു എന്ന സുപ്രധാനമായ ചില വിവരങ്ങൾ, ചില സൂചനകൾ കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തരത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ 6 തീവ്രവാദികൾ ശ്രീലങ്കയിലേക്ക് കടന്നു എന്ന സംശയകരമാണ് സാഹചര്യമാണ്. UL122 എന്ന എയർലൈനിലാണ് ഈ നീക്കം അവർ കടന്നിരിക്കുന്നത് എന്ന വിവരം കൂടി കിട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇത്തരം സമാനമായ നിർദ്ദേശങ്ങൾ മറ്റ് നല്ല നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ കാണുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും ഇത്തരം നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത്. എന്തായാലും ശ്രീലങ്കയിലേക്ക് ഈ തീവ്രവാദികൾ കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടന്നത്. 11:59 ലാൻഡ് ചെയ്ത ഈ വിമാനത്തിൽ, ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ ഈ തീവ്രവാദികൾ ഉണ്ടായിരുന്നു. സംശയകരമായ രീതിയിൽ 6 പേരുണ്ടായിരുന്നു എന്നതാണ് ഇന്റലിജൻസ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ അധികൃതർ ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്കൊടുവിൽ കണ്ടെത്തിയ വിവരങ്ങൾ സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയാണ് അവിടെ പരിശോധന നടന്നത്. മണിക്കൂറുകളോളം പരിശോധന നീണ്ടുവന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയോ എന്ന സുപ്രധാനമായ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തീവ്രവാദികൾ ക്രൂരമായ വെടിവെപ്പ് നടത്തിയ ഈ പ്രതികൾ ഇവരെവിടേക്ക് പോയി എന്ന ചോദ്യം. അത് രാജ്യത്തിനകത്ത് തന്നെ. വിദേശകാര്യ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം UL122 നമ്പർ വിമാനത്തിൽ ശ്രീലങ്കൻ അധികൃതർ പരിശോധന നടത്തുന്നത് ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന് എന്നുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു പക്ഷേ അവർക്ക്, തീവ്രവാദികൾക്ക് ശ്രീലങ്കയിൽ തുടരുക എന്നത് അത്ര എളുപ്പമാകുമോ? ശ്രീലങ്കയിൽ ഉണ്ടെങ്കിൽ അവരെ അതിവേഗം തന്നെ പിടികൂടാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, ഇതൊരു സാഹചര്യ തെളിവുകൾ മാത്രമാണ്. ഇതിന് പൂർണ്ണമായ കൺഫർമേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ്. ഒരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ അവരെങ്ങനെയാണ് ചെന്നൈ വിമാനത്താവളം വരെ എത്തിയത് എന്നത് വളരെ ദുരൂഹമായി അവശേഷിക്കുന്നു. ഒരുപക്ഷെ പീർ പഞ്ചാൽ മലനിരകളിൽ നിന്നും അവർ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ എത്താതെ എങ്ങനെയാണ് ചെന്നൈ വിമാനത്താവളത്തിലെത്തുക, അല്ലെങ്കിൽ ലാൻഡ് വഴി സഞ്ചരിച്ച് ചെന്നൈ വിമാനത്താവളത്തിലെത്തി എന്ന് കരുതുക. ആരും പ്രതീക്ഷിക്കില്ല. ചെന്നൈ വളരെയധികം അകലെ കിടക്കുന്ന സ്ഥലമാണ്. കാശ്മീരിൽ നിന്നും ഈ ദക്ഷിണേന്ത്യയിൽ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആ ഒരു റൂട്ട് ചാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല, ശ്രീലങ്ക അധികൃതരുമായി നിരന്തരമായ ബന്ധത്തിലൂടെ തീർച്ചയായും അവര് യഥാർത്ഥ കുറ്റവാളികളാണ് എങ്കിൽ, ഈ ഉദ്ദേശിക്കുന്ന ആളുകൾ തന്നെയാണ് ശ്രീലങ്കയിൽ എത്തിപ്പെടുന്നത് എങ്കിൽ, തീർച്ചയായും നമ്മുടെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട്
അവരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാവുന്നതേ ഉള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് അവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് കേവലം ഒരു സംശയത്തിന്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ കടന്നു വരുന്ന റിപ്പോർട്ടുകൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായും ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസിന്റെ സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട UL 122 നമ്പർ വിമാനം ആണ് ശ്രീലങ്കൻ എയർലൈൻസിന്റെ. ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് ഈ പരിശോധന എന്ന് പറയുമ്പോഴും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇവർ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരാണോ എന്നൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത്തരം പരിശോധനകൾ നടത്തി എന്നതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണല്ലോ ഇത്തരം സംശയങ്ങൾക്ക് ഈ ശ്രീലങ്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണയും നമുക്ക് ലഭിക്കുന്നു എന്നല്ലേ? തീർച്ചയായും ഇന്ത്യ ശ്രീലങ്കയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പരിശോധന നടത്തണമെന്ന്. അപ്പൊ അതിനർത്ഥം ജാഗ്രതാപൂർവമായ നിലപാടാണ് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും പറക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യ വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 7 ഭീകരർ ചിലരാണ് അതിൽ ആ ബാച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അവർ തീർച്ചയായും ശ്രീലങ്കൻ അധികൃതർ അവരെ എക്സ്ട്രഡേറ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല. അവർക്ക് അഭയം കൊടുക്കുമെന്ന് കരുതാനേ ആവില്ല. കാരണം ശ്രീലങ്കയുടെ ഭരണകൂടം അനുര ദിശനായിക തലവനായിരിക്കുന്ന ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ ഭരണകൂടം അതൊരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ്. അവരൊരു രീതിയിലും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടല്ല. ഇന്ത്യയുമായി ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ് എങ്കിൽ പോലും ഇപ്പോൾ അതെല്ലാം മാറി ശ്രീലങ്കയുമായി ഒരു നോർമൽ ബന്ധത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യക്ക് അത്ര സ്വീകാര്യമായ ഒരു ഭരണകൂടമായിരുന്നില്ല അനുര ദിശനായികയുടേത്. പക്ഷെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ആ ഒരു ഉലച്ചിൽ വലിയ തോതിൽ പരിഹരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഒരു സാമാന്യ പുതിയൊരു പാർട്ടിയാണ് ദിശനായികയുടെ പാർട്ടി. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇപ്പോൾ സുഗമമായി നടക്കുന്നുവെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ഇതാണെങ്കിൽ സ്ഥിരീകരണം ഉണ്ടെങ്കിൽ ഉറപ്പായി ആ ഭീകരരെ നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്ഥിരീകരണത്തിലേക്കൊന്നും പോവുക എന്നത് നമുക്ക് സാധ്യമല്ല. കേണൽ ഡിന്നി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. കേണൽ ഡിന്നി, ഈ അന്വേഷണം പല നിലയിലാണ് പോവുക. നമുക്ക് പുറത്തു വരുന്ന ഇൻപുട്ടുകളെ പൂർണ്ണമായും അത് വസ്തുതാപരം എന്ന് നിരീക്ഷിക്കാനാവില്ല. പക്ഷേ ഇപ്പോഴിതാ ശ്രീലങ്കൻ എയർലൈൻസിന്റെ പ്രതികരണം വരുമ്പോൾ അവർ പരിശോധന നടത്തിയെന്നത് വസ്തുതയാണ്. ഒപ്പം ഇന്ത്യയുടെ ആവശ്യപ്രകാരമാണ് ഒരു പരിശോധന നടത്തിയത്. അങ്ങനെയെങ്കിൽ ഈ ശ്രീലങ്കയിലേക്ക് ഇവർ കടന്നിട്ടുണ്ടാകാം എന്ന സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനുമാകില്ലല്ലോ. തീർച്ചയായിട്ടും. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇത് നമുക്ക് എത്രമാത്രം ഇതിനൊരു ക്രെഡിബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതുമാത്രമല്ല ശ്രീലങ്കൻ എയർലൈൻസ് എന്തിനു വേണ്ടിയാണ് സെർച്ച് ചെയ്തതെന്നുള്ള അവർ പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കൂ, ഒന്ന് ഈ ഭീകരവാദികൾ തന്നെ ആവണമെന്നില്ല. ഈ ഭീകരവാദികളെ സഹായിച്ച ഇന്ത്യയിലുള്ള ആരെങ്കിലും അതാവാം, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് എത്തിയതാവാം. കാരണം ഈ ഒരു ഭീകരവാദി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭീകരവാദ ഇൻസിഡന്റ് അവരെ മാത്രമായിട്ടല്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ബാക്കിൽ പ്രവർത്തിച്ചത് ആരാന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണം പോകും. അത് ഇന്ത്യയുടെ ഉള്ളിലും ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ആളുകളുണ്ടെങ്കിലും അവരെയൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കാനുള്ള രീതിയിലാണ് പോകുന്നത് എപ്പോഴും അന്വേഷണം. അതുകൊണ്ട് ശ്രീലങ്കൻ എയർലൈൻസിൽ അങ്ങനെ സെർച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ആരാണ് അവർ നോക്കിയാൽ എന്താണ് നോക്കിയെന്നുള്ളത് നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് പുറത്ത് വരാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, NIA പോലത്തെ ഉള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഒക്കെ അവര് എല്ലാ ലെവലിലും അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം പഹൽഗാം നടന്ന ഇൻസിഡന്റ് ആയിട്ട് ചിലപ്പോൾ ബന്ധം കാണും, ചിലപ്പോൾ അതല്ലാത്ത വേറെ എന്തെങ്കിലും രീതിയിലേക്ക് കാണും. അതുകൊണ്ട് കൃത്യമായിട്ട് അതേ ഭീകരവാദികൾ തന്നെയാണ് അങ്ങോട്ട് പോയി എന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു കാരണവശാലും പറയാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിലുള്ള അതിനെന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ എന്ന് പോലും പരാമർശിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ആണെന്നാണ്. ഉറപ്പായും താങ്കൾ പറയുന്നത് പോലെ ഇത് വസ്തുതാപരമായി ഇവർ തന്നെയാണോ അല്ലെങ്കിൽ ഇവരെ സഹായിച്ചവരോ, അങ്ങനെ പല സാധ്യതകളാണുള്ളത്. എന്തായാലും കേണൽ ഡിന്നി, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നമുക്കറിയാം. അത് പലപ്പോഴും വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള ഘട്ടമുണ്ട്. എന്നാൽ വലിയ അടുപ്പം പുലർത്തുന്ന രാജ്യത്തലവന്മാർ അടക്കം ഇന്ത്യയിലേക്കൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയുമായി ഭേദപ്പെട്ടൊരു നയതന്ത്ര ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദികളോ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചവരോ അങ്ങനെ ആരാണ് എങ്കിൽ പോലും അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാകും എന്നുകൂടി നിരീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ഇപ്പം ശ്രീലങ്കയായിട്ട് നമുക്ക് നല്ല ഒരു ബന്ധം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം
ശ്രീലങ്ക ഒരു സമയത്ത് ചൈനീസുമായിട്ട് വലിയ രീതിയിൽ അടുപ്പവും ഒക്കെ വന്നൊരു സ്ഥിതി നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ശ്രീലങ്കയിൽ നടന്ന വിഷയങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു അവസ്ഥ സാമ്പത്തികമായിട്ട് ഏത് രീതിയിലാണ് ആ രാജ്യം പോയതും നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഭാരതം തന്നെയാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ഇപ്പൊ വന്നപ്പം അത് ഓപ്പൺ ആയിട്ട് പറയും, ഭാരതത്തിന്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർ ആയിട്ടാണ് ഇപ്പം ശ്രീലങ്ക കാണുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിന്റെ യാതൊരുവിധ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ചൈനയ്ക്ക് പോലും അവിടെ യുദ്ധക്കപ്പലോ മറ്റൊന്നും വരാൻ സമ്മതിക്കത്തില്ല എന്ന് വരെ ശ്രീലങ്ക പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഭീകരവാദമോ അല്ലെങ്കിൽ ഭീകരവാദമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ശ്രീലങ്കയോ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഏതെങ്കിലും രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ ഷുവറാണ് അവരെ നമുക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കും. മറ്റു ഒരു കാര്യം കൂടെ വെച്ചാൽ ശ്രീലങ്ക പോലും ഒരു കാലത്ത് നമുക്കറിയാം ഈസ്റ്റർ ബോംബിംഗ് എന്ന് പറയുന്നത് ശ്രീലങ്കയും ഈ ഒരു ഭീകരവാദത്തിന്റെ ഇരയായ ഒരു രാജ്യമാണ്. അതിനു മുമ്പും LTT ഒക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് അവർ നന്നായിട്ട് അറിയാം ഭീകരവാദം ഒരു രാജ്യത്തിന് എന്തുമാത്രം ദോഷം ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് ഭാരതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഓർഗനൈസേഷനോ ആളുകളോ ഉണ്ടെങ്കിൽ ശ്രീലങ്കയുമായിട്ട് നമ്മൾ ഇന്നത്തെ ബന്ധം വെച്ച് അവർ ഫുൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ അവരെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, വളരെ നന്ദി കേണൽ ഡിന്നി ഞങ്ങളോട് പ്രതികരിച്ചതിന്. സജിത്താണ് വീണ്ടും തുടരുന്നത്. സജിത്ത്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഭീകരർ അവിടേക്ക് കടന്നുവെന്ന് നമുക്ക് അനുമാനിക്കാനാവില്ല, അതിന്റെ സാധ്യത തള്ളിക്കളയാനുമാകില്ല. പക്ഷേ ഇപ്പോൾ ഈ പരിശോധന നടന്നു എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ, അപ്പോഴും എന്തിനായിരുന്നു പരിശോധന? അത്തരം വിവരങ്ങൾ ശ്രീലങ്കൻ എയർലൈൻസോ മറ്റധികൃതരോ പുറത്തുവിട്ടിട്ടുണ്ടോ? ഇന്ത്യൻ അധികൃതരിൽ നിന്നും നിർദ്ദേശം കിട്ടിയ അനുസരിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെ നടന്നു എന്നതാണ് വ്യക്തമാവുന്ന കാര്യം. ഇത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളും അതിന്റെ സൂചന നൽകിക്കഴിഞ്ഞു. കാരണം ഇത്തരം സംശയകരമായ സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുമായി പരിശോധനയ്ക്ക് അന്വേഷണത്തിന് സഹകരിക്കണമെന്ന നിർദ്ദേശം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മുമ്പും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശ്രീലങ്കയോട് അഭ്യർത്ഥിച്ചതും അതുതന്നെയാണ്. അതനുസരിച്ചുള്ള പരിശോധനയാണ് നടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീലങ്കൻ എയർലൈൻസും ഇക്കാര്യം അവിടെ വിമാനത്താവള അധികൃതരും ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്ന കാര്യം നമുക്ക് ചൂണ്ടിക്കാട്ടാം. ഒന്ന്, അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും കശ്മീർ മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഡൽഹിയിൽ നടക്കുകയാണ്. ഈ പെഹൽഗാം സംഭവങ്ങളുടെ ശേഷമുള്ള തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇതെന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കൂടിക്കാഴ്ചയിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നതും മനസ്സിലാവുന്നു. പ്രത്യേകിച്ച് കശ്മീരിലെ പ്രാദേശികമായി അതിന് അന്വേഷണ ഏജൻസികൾ ഈ തീവ്രവാദികൾക്ക് വലിയ സപ്പോർട്ട് കിട്ടി എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങളും പങ്കുവയ്ക്കപ്പെട്ടേക്കാം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ 2 ദിവസം അദ്ദേഹം രാജ്യ തലസ്ഥാനത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം മഹാരാഷ്ട്രയിലും കേരളത്തിലും ആന്ധ്രയിലുമായി വിവിധ പരിപാടികൾ പങ്കെടുക്കുകയാണ്. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഡൽഹിയിൽ തിരിച്ചെത്തിയതാണ്. സ്വാഭാവികമായും ഈ പെഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കൂടിയാലോചനകൾ വീണ്ടും ഡൽഹിയിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ശ്രീലങ്കയിലേക്ക് ഈ തീവ്രവാദികൾ കടന്നു കളഞ്ഞതായ സംശയം. എന്തായാലും ഇതിന് സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെടുത്തോ എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും പരിശോധന നടന്നു എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടും. യെസ്, അതാണ് ഇപ്പോൾ ഇതാ പരിശോധന. അതായത് ശ്രീലങ്കൻ എയർലൈൻസിൽ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട എയർലൈൻസിലാണ് പരിശോധന നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ആവശ്യപ്രകാരം എന്ന് തന്നെയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ആണ് പരിശോധന എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് TG സജിത്ത് പങ്കുവച്ചത്.